ചെറിയ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് ഉപയോഗിച്ചിട്ട് ഒരു ഗ്ലോബൽ ബ്രാൻഡ് ആവാൻ സാധിക്കുമോ? ഒരു ഗ്ലോബൽ ബ്രാൻഡ് ആവാൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ ഈ ഒരു എക്സാമ്പിളിലൂടെ പറയുന്നത്. ഞാനിപ്പോൾ പറയുന്നത് ഡാനിയൽ വില്ലിംഗ്ടൺ എന്ന സ്വീഡിഷ് വാച്ച് കമ്പനിയുടെ മാർക്കറ്റിംഗിന്റെ കഥയാണ്. അവർ മാർക്കറ്റിംഗിലേക്ക് ഇറങ്ങിയപ്പോഴേ വലിയൊരു കോമ്പറ്റീഷൻ ആയിരുന്നു വാച്ച് ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നത്. വലിയ രീതിയിലുള്ള ട്രഡീഷണൽ മാർക്കറ്റിംഗ് ഒന്നും ചെയ്യാനുള്ള ബഡ്ജറ്റോ കാര്യങ്ങളോ ഒന്നും കമ്പനിക്ക് ഇല്ലായിരുന്നു ആ ഒരു സമയത്ത്. അതിനുവേണ്ടി അവർ ലോ കോസ്റ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരുന്നു അവർ യൂസ് ചെയ്തിരുന്നത്. അതിന് അവർ മൈക്രോ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള പലരുമായിട്ട് കൊളാബ് ചെയ്ത് അവരെ വാച്ച് ഫീച്ചർ ആക്കിയിട്ട് അവർ പോസ്റ്റ് ചെയ്തു. ഫ്രീ ആയിട്ട് വാച്ച് കൊടുത്ത് ഫ്രീ ആയിട്ട് മാർക്കറ്റിംഗ് ചെയ്യുക എന്നുള്ള തന്ത്രമായിരുന്നു അവർ അതിൽ യൂസ് ചെയ്തിരുന്നത്. പിന്നെ അവർ ചെയ്ത് ഓഡിയൻസിനെ എൻഗേജ് ചെയ്യുന്ന സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവർ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. പിന്നെ അവരുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ഫോളോവേഴ്സ് കൂട്ടാൻ വേണ്ടി കോൺടെസ്റ്റുകളും ഗീവേഴ്സും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് എന്നുള്ളതാണ്. പിന്നെ അവർ ചെയ്തത് അവരെ പ്രൊഡക്റ്റിന്റെ ഡിസ്കൗണ്ട് കോഡ് മാക്സിമം ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ട് ഷെയർ ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ്. ഈ ഡീലിംഗ് അവരെ ഓഡിയൻസിന് വളരെയധികം ഇഷ്ടമായി. അവരെ വാച്ച് ധരിച്ചിട്ടുള്ള ഫോട്ടോസ് അവരെ കസ്റ്റമേഴ്സിനോട് ഷെയർ ചെയ്യിപ്പിക്കാൻ പറഞ്ഞു. ആ ഫോട്ടോസ് അവർ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് അവരായിട്ട് കൊളാബ് ചെയ്തു. ഇത് മറ്റുള്ളവർക്ക് കൂടുതൽ പ്രചോദനം. പിന്നെ അവർ ചെയ്തത് കോസ്റ്റ്ലി ആയിട്ടുള്ള ആഡുകൾക്ക് പകരം സ്റ്റോറി ടെല്ലിംഗ് കണ്ടന്റുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ലോ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ടാണ് ഡാനിയൽ വില്ലിംഗ്ടൺ എന്ന ഈ ഒരു ബ്രാൻഡ് ഗ്ലോബൽ ബ്രാൻഡായിട്ട് മാറിയത്.